നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്കാത്തോരനാണ് തയ്യാറാക്കുന്നത് അല്ലേ? വെണ്ടയ്ക്കാത്തോരൻ കൂട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ നിന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ കിഡിലൻ ടേസ്റ്റ് ആണ്. പക്ഷെ സാധാരണ വെണ്ടയ്ക്കാത്തോരനിൽ നിന്നും ഒരു വളരെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കുന്നത്. സാധാരണ പെട്ടെന്ന് തേങ്ങായും മുളകും എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് ഒതുക്കിയെടുത്താണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയ ശേഷം അതിനകത്തേക്ക് ഇതും മുളക് പൊടിയും മഞ്ഞളും ഇച്ചിരി വെളുത്തുള്ളിയും ജീരവും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ ഞങ്ങൾ വെണ്ടയ്ക്ക ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മുളക് പൊടി, കുറച്ച് സവോള, അതുപോലെ ജീരകം, കടുക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്ന് ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അല്ലേ? നമുക്ക് അരച്ചുകൊണ്ട് വരാം അല്ലേ? അപ്പം നമുക്ക് തേങ്ങയിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 2-3 ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ 2-3 അഞ്ചല്ലിയായും കുഴപ്പമൊന്നുമില്ല ഉള്ളി, അതുപോലെ ജീരകം 1 ടീസ്പൂൺ ജീരകമുണ്ട്. പിന്നെ ആ എരിവിന് ആവശ്യമുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അരപ്പ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഇതേ രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. നമുക്ക് അരഞ്ഞൊന്നും പോകരുത്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി അല്ലേ? തോരനൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണ വേണ്ടല്ലോ. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നോടം വരെ നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇളക്കി കൊടുക്കാം. ചെറിയൊരു ചുവന്ന കളർ മതിയല്ലോ. അത് ഞാൻ ഒരു പച്ച ചുവയൊന്ന് മാറിക്കിട്ടാൻ അല്ലേ? ആയിട്ടുണ്ട്. നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് ഒരു വലിയ സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടത്തിൽ തന്നെ നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ കണ്ടോ, ചെറുതായിട്ട് ഈ രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുത്ത്. ഈ നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം കുറച്ച് കരിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. 2 കപ്പ് വെണ്ടയ്ക്കയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി, ചെറിയ വഴുവഴുപ്പുണ്ട് ഈ വെണ്ടയ്ക്കയുടെ, അതൊന്ന് മാറാൻ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് വെണ്ടയ്ക്ക് കുറച്ച് ഉപ്പ് മതിയായിരിക്കും. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിട്ടോ ഒന്ന് നോക്കാമല്ലോ. കറിവേപ്പില എടുത്ത് വെള്ളം ഒന്നും ചേർക്കരുത് അല്ലേ? അല്ലാണ്ട് ഫ്രൈ ആയിട്ട് തന്നെ നമ്മൾ ഇത് ഇളക്കി ആക്കിയെടുക്കണം. വെള്ളമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ പച്ചക്കറികളുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ പോരെ? അരമുറി തേങ്ങയുടെ അത് മതി. പിന്നെ നമ്മൾ വെണ്ടയ്ക്കയുടെ അളവിനനുസരിച്ചിരിക്കില്ല, തേങ്ങ കൂട്ടിയും കുറച്ചൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. സാധാരണ പച്ചമുളകുകളാണല്ലോ ഇടുന്നത്. നമ്മളിതിനകത്ത് മുളക് പൊടി ഇടുന്നതുകൊണ്ടാണ് ആ ചുമന്ന കളർ വന്നത്. ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ കറി ഇവിടെ റെഡി ആയിരുന്നു നോക്കാം. ഒരു 3 മിനിറ്റ് മതി മൂടി വെച്ച്. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി നോക്കണം കേട്ടോ. അത് അടിയിലൊക്കെ പിടിക്കാണ്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയ തീരിട്ടൊക്കെ ഇളക്കി നോക്കണം. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അഥവാ വെള്ളം പറ്റാനുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് കൊടുക്കണം അല്ലേ? നമ്മുടെ നല്ലതായിട്ട് ഈ സമയത്തൊക്കെ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയില്ലേ? പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനേ. കാരണം വെണ്ടയ്ക്ക ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ജസ്റ്റ് കിട്ടും. അതെ, തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കുന്ന ആ ഒരു താമസമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തോരൻ കറി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു അല്പം 2 കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. നല്ല ഡ്രൈ ആയിട്ടുണ്ടല്ലേ? നമ്മുടെ തോരൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2-3-4 കൂട്ടം കറിയുടെ കൂട്ടത്തിൽ ഇതൊരു കറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ട് കറിയാണ്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവർക്കൊരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പം നല്ല കണ്ട നല്ല മുളക് പൊടിയുടെ ഒക്കെ ആകുമ്പോൾ കളറൊക്കെ ആകുമ്പോൾ നല്ലൊരു കളർഫുൾ ആയില്ലേ? അപ്പം നല്ലൊരു തോരൻ കറി എല്ലാവരും ഇപ്പോൾ ചോറിന് തന്നെ ഉണ്ടെങ്കിൽ ചൂടോടെ ഈ തോരനും കൂടി അങ്ങ് കൂട്ടി കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റുകൾ അറിയിക്കണം. എന്നും പറയുന്ന പോലെ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തരണം, ലൈക്ക് ചെയ്യണം, പിന്നെ പ്രിയപ്പെട്ടവർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ.